കുട്ടികളെ, നമുക്കിന്നൊരു പസിൽ കളിച്ചാലോ? മാം യെസ്, ടീച്ചർ നോസ്. ആക്ടിവിറ്റീസ് കൊടുക്കാം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ഏതെങ്കിലും ഒരു സ്കൂള് റിജക്ട് ചെയ്യോ? എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. EVSന്റെ ഡെമോ ക്ലാസ് ടിപ്സ് ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്കറിയാം, ഒരു ഡെമോ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ടോപ്പിക്ക് നമ്മൾ ആദ്യം തന്നെ പറയാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ ഡെമോ ക്ലാസ്സിലായാലും നോർമൽ ക്ലാസ്സിലായാലും ഒരു ടോപ്പിക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കണം നമ്മൾ അത് പ്രസന്റ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മുഴുവൻ കുട്ടികളെയും നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ EVS ഡെമോ ക്ലാസ് ടിപ്സ് നോക്കിയാലോ? നോക്കാം. നിങ്ങൾ ക്ലാസ്സിലേക്ക് എത്തിയ ഉടനെ കുട്ടികളോട് ആദ്യം തന്നെ ഗുഡ് മോർണിംഗും അതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഒക്കെ പറയുക. അതിനുശേഷം നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ നമുക്കിന്നൊരു പസിൽ കളിച്ചാലോ? അതായത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. ഓക്കെ? അപ്പോ അങ്ങനെ ഫില്ല് ചെയ്യുന്നതിലൂടെ കുട്ടികളെ നിങ്ങൾക്ക് മാം ഇന്ന് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാവും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പൊ കുട്ടികളെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് വൺ, അവർ ഡാഷ് ഹെൽപ് അസ് ടു സീ. അവർ ഡാഷ് ഹെൽപ് അസ് ടു സീ. അപ്പൊ നിങ്ങൾ ടീച്ചർമാര് ഈ ഒരു ക്വസ്റ്റ്യൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അവർ ആൻസർ പറഞ്ഞിരിക്കും. ടീച്ചർ ഐസ്. അവര് ഐസ് എന്ന ആൻസർ പറയും. സെക്കൻഡ് വൺ, അവർ ഡാഷ് ഹെൽപ് അസ് ടു ഹിയർ. അവർ ഡാഷ് ഹെൽപ് അസ് ടു ഹിയർ. മാം യെസ്. തീർച്ചയായിട്ടും കുട്ടികൾ ആൻസർ പറയും. നോക്കൂ, നിങ്ങൾ ടീച്ചർമാർ ഇപ്പൊ എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഈ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് അല്ലെ? എല്ലാ കുട്ടികളും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതേസമയം നിങ്ങൾ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല അവര്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങുന്നതിലൂടെ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളുടെയും അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഗുഡ് മോർണിംഗും സെൽഫ് ഇൻട്രൊഡക്ഷനും ഒക്കെ പറഞ്ഞതിന് ശേഷം നേരെ പാഠഭാഗത്തിലേക്ക് കയറും. പക്ഷെ കുട്ടികളുടെ ശ്രദ്ധ അവരിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 3, അവർ ഡാഷ് ഹെൽപ് അസ് ടു സ്മെൽ. അവർ ഡാഷ് ഹെൽപ് അസ് ടു സ്മെൽ. ടീച്ചർ നോസ് എന്ന് കുട്ടികൾ തീർച്ചയായിട്ടും ആൻസർ പറയും. ഫോർത്ത് വൺ, our dash help us to taste. Our dash help us to taste. Teacher tongue. കുട്ടികൾ പറയും. Question number 5, our dash help us to touch. Our dash help us to touch. ഇതിന് കുട്ടികൾ ഹാൻഡ്സ് എന്നോ പാം എന്നോ അതുപോലെ ഫിംഗേഴ്സ് എന്നോ ഒക്കെ ആൻസർ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ കുട്ടികൾ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാനും എളുപ്പത്തിൽ കഴിയും. ഇനി നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത്രയും സമയം കുട്ടികളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ കുട്ടികളോട് പറയണം, നിങ്ങൾ ഭയങ്കര ഇന്റലിജന്റ് ആയ കുട്ടികൾ തന്നെയാണ്, ശരിക്കും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ നന്നായിട്ട് അറിയാലോ. ഏതായാലും ഇത്രയും നല്ലൊരു ഇന്റലിജന്റ് ആയ ക്ലാസ്സിനെ പഠിപ്പിക്കാൻ എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. വെരി ഗുഡ് ക്ലാസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് പാർട്സ് ഓഫ് ബോഡി. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? പാർട്സ് ഓഫ് ബോഡി. ഇതിന് പകരം, അതായത് നമ്മൾ ഈ തുടങ്ങിയതിന് പകരം നിങ്ങൾ ടീച്ചർമാര് ഒരു ഡയഗ്രാം ഒക്കെ ഈ ബോർഡിൽ വരച്ച് ബോഡി പാർട്സ് പഠിപ്പിക്കാൻ പോയാൽ ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും എന്തായാലും ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. ഇതുപോലെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയോ അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് തുടങ്ങിയാൽ മാത്രമേ അവർക്ക് അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ പാർട്സ് ഓഫ് ബോഡി പഠിപ്പിക്കുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കാം. അതായത് നിങ്ങൾ കുറച്ച് പേപ്പർ പീസ് എടുത്തിട്ട് അതില് നമ്മുടെ ബോഡി പാർട്സ്, ഐസ്, നോസ്,
ഇയേഴ്സ്, മൗത്ത് ഇതൊക്കെ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു കുട്ടിയെ വിളിച്ച് നിങ്ങളുടെ അടുത്ത് നിർത്തുക. പിന്നീട് ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ച ആ ബോഡി പാർട്സിന്റെ പേപ്പർ ഉണ്ടല്ലോ, അതിൽ ഓരോ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ ഓരോ ബോഡി പാർട്സിന്റെ മുകളിലും ടച്ച് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറയുക. അതായത് നിങ്ങൾ ടീച്ചർ പറയുക നോസ് എന്ന് പറയുക. അപ്പൊ ഒരു കുട്ടി വന്ന് ആ ബോഡി പാർട്സ് എഴുതിയ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ നോസിൽ വെച്ചിട്ട് പറയുക നോസ്. പിന്നെ അടുത്ത കുട്ടിയെ വിളിച്ചിട്ട് നിങ്ങൾ പറയുക ഇയേഴ്സ് എന്ന് പറയുക. അപ്പൊ ആ കുട്ടി വന്ന് ആ പേപ്പർ എടുത്ത് കുട്ടിയുടെ ചെവിയിൽ വെച്ചിട്ട് ഇയർ എന്ന് പറയണം. അതുപോലെ ഐസ്, അങ്ങനെ ഓരോ ബോഡി പാർട്സും നിങ്ങൾ പറയുക. ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് ഈ പേപ്പർ എടുത്ത് മറ്റേ കുട്ടിയുടെ ബോഡി പാർട്സിൽ വെച്ചിട്ട് പറയാൻ വേണ്ടി പറയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതേസമയം ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ സ്പെല്ലിംഗ് കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി അവസാനമായിട്ട് ലെറ്റ് us quickly remember what we learned. അതായത് ഹെഡ്, ഐസ്, നോസ്, മൗത്ത്, ഇയേഴ്സ് ഇതൊക്കെ ഈ ബോഡി പാർട്സ് ഒക്കെ കുട്ടികൾക്ക് നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഒന്നുകൂടി എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി പാർട്സ് സോങ് എന്തെങ്കിലും, ഇപ്പൊ യൂട്യൂബിൽ ഇഷ്ടം പോലെ സോങ്സ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ബോഡി പാർട്സ് സംബന്ധിച്ച ഒരു സോങ് നിങ്ങൾ കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയും ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാര് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ഏതെങ്കിലും ഒരു സ്കൂള് റിജക്ട് ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടികളും അതുപോലെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ടീച്ചേഴ്സും ഒക്കെ നിങ്ങളുടെ ക്ലാസ് ഒരു മോശമാണെന്ന് ഒരിക്കലും പറയാൻ സാധ്യതയില്ല. അപ്പോൾ ടീച്ചർമാരെ, നിങ്ങൾക്ക് ഈ പാർട്സ് ഓഫ് ബോഡി എന്ന ചാപ്റ്ററിന്റെ ഫുൾ ഡെമോ ക്ലാസ്, അതായത് ഈ സോങ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡെമോ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ഡെമോ ക്ലാസ്, ശരിക്കുള്ള ഡെമോ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാണ്, എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.